ഹലോ ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മളപ്പോൾ ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ, കഴിഞ്ഞ വീക്ക് എന്താണ് മാർക്കറ്റിന് സംഭവിച്ചത്, ഈ വീക്ക് നമുക്ക് കമ്മിങ് വീക്ക് നമുക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കിലെ ഡേറ്റ പോയിന്റ്സ് എന്തൊക്കെ ഡേറ്റാസ് ആണ് വരാൻ നിൽക്കുന്നത്. അപ്പോൾ ആ ഡേറ്റാസ് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടതെന്നും കൂടിയുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ക്വിക്കായിട്ടുള്ളൊരു 20 മിനിറ്റ്സിൻ്റെ മാക്സ് ഉള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ വാച്ച് ടിൽ ദ എൻഡ് ടു ഗെറ്റ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് അടുത്ത ആഴ്ച നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമുക്ക് ആദ്യം തന്നെ എക്കോണമിക് കലണ്ടറിൽ പോവാം. അതിൽ FX സ്ട്രീറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫോറക്സ് ഫാക്ടറിയോ FX സ്ട്രീറ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, രണ്ടും നല്ലതാണ്. ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള നോക്കുക, അപ്ലൈ കൊടുക്കുക. ഫിൽറ്ററിൽ നമുക്ക് US ഞാനിപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, US മാത്രം മതി നമുക്ക്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ പോയിന്റ്സിന് നമുക്ക് കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 1, 2, 3, 4, 5, ഇത് രണ്ടും ഒന്ന് തന്നെ കേട്ടോ, അതുകൊണ്ട് 5 പേർക്ക്. പിന്നെ ഫെഡിൻ്റെ സ്പീച്ചും ഉണ്ടാവും. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, 5 കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. മൺഡേസ് യൂഷ്വലി ഒരു സ്ലോ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അന്ന് നമ്മൾ ഡേറ്റ വൈസ് നോക്കുവാണെങ്കിൽ ഒരു സ്ലോ ആണ്. മൺഡേസ് ഒന്നും വരുന്നില്ല. ട്യൂസ്ഡേയ്സും തേഴ്സ്ഡേയ്സുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് വരുന്നത്. ഇപ്പോൾ ട്യൂസ്ഡേ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ADP ഡേറ്റ ആണ് വരുന്നത്. എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ്. കഴിഞ്ഞ ഒരു വീക്കിൽ നിന്ന് ഈ ഒരു വീക്കിലോട്ട് വന്നപ്പോൾ എംപ്ലോയ്മെന്റ്സിന് വന്നേക്കുന്ന ചേഞ്ച് ആണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ എക്സ്പെക്ടേഷൻസ് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഇപ്പോൾ ഇവിടെ എക്സ്പെക്ടേഷൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എക്സ്പെക്ടേഷൻസ് വരും, അത് മിക്കവാറും നാളെ ആയിരിക്കും വരുന്നത് കേട്ടോ. നമ്മൾ എക്സ്പെക്ടേഷൻസ് അത് വെച്ചിട്ടാണ്, ആക്ച്വൽ വെച്ചിട്ടാണ് കേട്ടോ, നമ്മൾ എക്സ്പെക്ടേഷനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, പ്രീവിയസിനെ വെച്ചിട്ടല്ല. വാട്ട് ആർ വി എക്സ്പെക്ടിങ് എന്നുള്ളതിനെ പറ്റി ഇവിടെ വരും. അതിനുശേഷം അതിനെ കമ്പയർ ചെയ്യുന്നത് ആക്ച്വൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വെനസ്ഡേ വെരി ഇമ്പോർട്ടൻറ്റ്, FOMC മിനിറ്റ്സ് ഉണ്ട്. FOMC മിനിറ്റ്സിൽ ലാസ്റ്റ് FOMC മീറ്റിങ്ങിന് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്ര പേര് റേറ്റ് കട്ടിന് അല്ലെങ്കിൽ റേറ്റ് ഹൈക്കിന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര പേര് അത് തന്നെ ഇപ്പോൾ നിൽക്കുന്ന 3.5 to 3.75 എന്നുള്ള റേറ്റിന് അനുകൂലിച്ചെന്നുള്ളതായിരിക്കും അതിൽ വരാൻ പോകുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വാട്ട് ആർ വി എക്സ്പെക്ടിങ് ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ റേറ്റ് ഹൈക്കിനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ FOMC മിനിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ പോയിന്റ് ആണ്. അപ്പോൾ FOMC മീറ്റിങ്ങിനെ പറ്റി ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു ഇത് ചെയ്യാം. അത് അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഒരു സ്മോൾ വീഡിയോ അതിനെപ്പറ്റി ചെയ്യാൻ പറ്റും നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നോക്കാൻ പറ്റുന്നത് S&P ഗ്ലോബൽ മാനുഫാക്ചറിങ് PMI വരുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ സ്പീച്ച് ഉണ്ടാവും, ഫെഡിൻ്റെ സ്പീച്ച് ഉണ്ടാവും, ദാറ്റ് ഇസ് ഓൾസോ ഓൺ ഫ്രൈഡേ. ബട്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കേണ്ടത്. ടൈമും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും. ഇതിൽ വരുന്ന ടൈം നമ്മളുടെ ദുബായ് ടൈം വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഡയറക്റ്റ് ഗോൾഡിലോട്ട് പോവാം. ഗോൾഡിലെ വീക്ക്ലി അനാലിസിസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഗോൾഡിൻ്റെ മൂവ്മെന്റ് എന്തായിരുന്നു എന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഗോൾഡ് ലാസ്റ്റ് വീക്ക് നല്ലൊരു ബാരിഷ് മൂവ്മെന്റ് ആണ് തന്നേക്കുന്നത് അല്ലേ. നമ്മൾ അതിന് മുന്നത്തെ വീക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഗോൾഡ് ഹോൾഡ് ചെയ്ത് പതുക്കെ മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ബട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ വീക്ക്ലി അനാലിസിസ് ചെയ്യാൻ നേരത്ത് നമ്മൾ കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഇത് കൊടുത്ത സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണെന്ന് നമുക്കതിന് ഇൻഡിക്കേറ്റ് ചെയ്യാം. സ്ട്രോങ്ങർ സപ്പോർട്ട്, ദിസ് ഇസ് വെരി ഗുഡ് സ്ട്രോങ് സപ്പോർട്ട്. പിന്നെ ഇത് ഒരു നല്ലൊരു സപ്പോർട്ട് റേഞ്ച് ആണ് കേട്ടോ. ഇതായിരിക്കും ഇനീഷ്യലി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സപ്പോർട്ട്, ഇത് മുതൽ ഇതുവരെ. പിന്നെയുള്ളത് ഈ ഒരു സ്പേസ് ആണ് കേട്ടോ. 340 to 330 റീജിയൻ ആയിരിക്കും അടുത്ത സപ്പോർട്ടായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വീക്ക്ലി നമ്മൾ മാർക്ക് ചെയ്തു. ഇനി വേണം നിങ്ങൾക്ക് വീക്ക്ലി ലോ ആൻഡ് വീക്ക്ലി ഹൈ മാർക്ക് ചെയ്യാം. ഓക്കെ,
വീക്ക്ലി ഹൈയും മാർക്ക് ചെയ്ത്. ഓക്കെ, ഡൺ. നൗ ലെറ്റ്സ് ഗോ ടു ഡെയിലി മാർക്കറ്റ്. ഡെയിലി മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്? മാർക്കറ്റിന്റെ സ്ട്രക്ചർ ആദ്യം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. മാർക്കറ്റ് സ്ട്രക്ചർ അപ്സൈഡ്, യെസ്, താഴേക്ക് വന്നു, പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വിച്ച് ഡിൻ സർപ്പാസ് ദിസ് ഹൈ, വീണ്ടും തിരിച്ച് താഴേക്ക് വന്നു, ഇപ്പോഴും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, വിച്ച് വി ആർ എക്സ്പെക്ടിങ് ദിസ് വീക്ക്. ബേസിക്കലി നമ്മൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യും എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആഴ്ച വന്നപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു ബ്രേക്ക് ചെയ്യുമെന്ന്. ബട്ട് അവിടെ നിന്ന് സ്ലോലി മൂവ്ഡ് അപ്പ് ആൻഡ് നൗ വീണ്ടും അത് തിരിച്ച് താഴേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോറി, ഈ ഒരു വീക്കിൽ നമ്മൾ ഫ്രൈഡേ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ മാർക്കറ്റ് അപ്സൈഡ് ആയിരിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അവിടെ നിന്ന് മൺഡേ നമ്മളുടെ ഐഡിയാസ് എല്ലാം തെറ്റിച്ച് താഴേക്ക് വന്നു. ബട്ട് ഡിഡ് ഹോൾഡ് അപ്പ്. എന്നിട്ട് ആ വീക്കിൽ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി. പിന്നെ അതിൻ്റെ അടുത്ത വീക്കിൽ ഫ്രൈഡേ ക്ലോസിങ് വന്നത് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ക്ലോസിങ് വന്നത്. മൺഡേ ഹോൾഡ് ചെയ്തു, ട്യൂസ്ഡേ ഹോൾഡ് ചെയ്തു, വെനസ്ഡേ ഒന്ന് സ്ലോലി ഒന്ന് താഴേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്തു, തേഴ്സ്ഡേ ഹോൾഡ് ചെയ്തു. ആ റീജിയൻ മൺഡേ മുതലുള്ള റീജിയൻ ബ്രേക്ക് ചെയ്യാതെ നിന്നു. ഫൈനലി ഫ്രൈഡേ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തു താഴേക്ക് വന്നു. ഇങ്ങനെയാണ് ലാസ്റ്റ് വീക്കിൽ നടന്നേക്കുന്ന കാര്യം. അപ്പോൾ ഈ വീക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം ഈ വീക്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് എങ്ങനെയാണ് നമ്മൾ സ്ലോലി എത്തുക എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ബൈ ദ വേ നമ്മൾ ലാസ്റ്റ് ഫ്രൈഡേ അനാലിസിസ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ദിവസം ഫ്രൈഡേ, ദെൻ മൺഡേ നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ, വീണ്ടും ഈ ഒരു സ്പേസിൽ നിന്ന് റിജക്ഷൻ, വീണ്ടും സ്ലോലി ലോ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ഫോള് സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ലോ വാസ് വെരി ഇമ്പാക്ട്ഫുൾ, ബട്ട് ഈസി ആയിട്ടാണ് അത് ബ്രേക്ക് ചെയ്ത് പോയത് ഫ്രൈഡേ. അത് നമ്മൾ ഫ്രൈഡേയുടെ മാർക്കറ്റിലേക്ക് 30 മിനിറ്റ്സിന് വന്നു കഴിയുമ്പോൾ 4 ഹവേഴ്സിലോട്ട് വരാം. ഓക്കെ, 4 ഹവേഴ്സിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ദിസ് ഇസ് 9 o'clock Thursday 9 PM. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈഡേ 1 PM ബ്രേക്ക് ചെയ്തു, ക്ലോസ് ചെയ്തു, പിന്നെ അവിടെ നിന്ന് ഫോളാണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു 1 ഹവറിൽ 4 ഹവേഴ്സിൽ ഏതൊക്കെയാണ് പോയിന്റ് എന്നൊന്ന് ആദ്യം മാർക്ക് ചെയ്ത് മെൻഷൻ ചെയ്ത് വെക്കാം. ദിസ് പോയിന്റ്, ഓക്കെ, ദിസ് പോയിന്റ് റെസ്പെക്ട് ചെയ്ത സ്ഥലമാണ്. 2 വട്ടം റെസ്പെക്ട് ചെയ്തു, മൂന്നാമത്തെ തൊട്ട് അത് ബ്രേക്ക് ചെയ്ത് പോയി. പിന്നെ വീണ്ടും ആ ഒരു സ്പേസ് ബയേഴ്സ് ഹോൾഡ് ചെയ്യാൻ നല്ല രീതിയിൽ ശ്രമിച്ചു. ഇനീഷ്യലി ദേ ഗേവ് അപ്പ്, പിന്നെ അവിടെ പവർ വീണ്ടും സെല്ലേഴ്സിൻ്റെ കയ്യിലോട്ട് തന്നെ. ഈ ഒരു റീജിയനാണ് ഇപ്പോൾ ബയ്യേഴ്സ് ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നതിന് പകരം നിങ്ങൾ ഒരു കീ ഏരിയ എന്ന് അതിനെ മെൻഷൻ ചെയ്യുക. കീ ഏരിയ എന്ന് മെൻഷൻ ചെയ്യുമ്പോൾ, കാരണം നമ്മളതിനെ സപ്പോർട്ട് അതിൻ്റെ മുകളിൽ ട്രേഡ് ഇടുന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആയി മാറും അല്ലേ. നേരത്തെ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം, പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താ, ഈ ഒരു ബ്രേക്കിൽ വരുമ്പോൾ, ഈ ഒരു ബ്രേക്ക് വരണമെങ്കിൽ ബയേഴ്സിനേക്കാൾ കൂടുതൽ ഇവിടെ സെല്ലേഴ്സ് വന്നതുകൊണ്ടാണ് ഈ ബ്രേക്ക് വന്നത് അല്ലേ. അപ്പോൾ ഇനി അവിടെ ആരായിരിക്കും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്? നമുക്കറിയാം, ബയേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ബയേഴ്സിനെ ഫുള്ളി അബ്സോർബ് ചെയ്തു പോയി, പിന്നെ അത് ബ്രേക്കിങ് ചെയ്തു പോയി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ ഇത് തന്നെയാണ് കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ ത്രൂ ഔട്ട് ദ മാർക്കറ്റ് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൂ ഇസ് ഇൻ കൺട്രോൾ, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുന്നത്. മാർക്കറ്റിലെ സ്ട്രക്ചർ ആയിക്കോട്ടെ, ടെക്നിക്കൽസ് ആയിക്കോട്ടെ, വോളിയം ആയിക്കോട്ടെ, പ്രൈസ് ആക്ഷൻ ആയിക്കോട്ടെ, എന്ത് നോക്കിയാലും ഹൂ ഇസ് ഇൻ കൺട്രോൾ എന്നാണ് നമ്മൾ മാർക്കറ്റിൽ നിന്നും മാർക്കറ്റ് സ്ട്രക്ചറിൽ നിന്നും മനസ്സിലാക്കാൻ നോക്കുന്നത്. ഓക്കെ, ആരുടെ കയ്യിലാണോ കൺട്രോൾ ആ റീജിയനിലോട്ട് തന്നെ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ വെക്കുക, സിമ്പിൾ ആയിട്ട് വെക്കുക. ഓക്കെ, ഈ 4 ഹവേഴ്സിനെ നമ്മൾ നോക്കി. 1 ഹവേഴ്സിലോട്ടും പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് നോക്കാം. 1 ഹവേഴ്സിലും ഓക്കെ റീജിയൻ ഉണ്ട്, യെസ്. 30 മിനിറ്റ്സിൽ മാർക്ക് ചെയ്യാം നമുക്ക്. 30 മിനിറ്റ്സിലും സെയിം മാർക്കിംഗ് തന്നെ കിട്ടാൻ സാധ്യതയുള്ളൂ. ഓക്കെ, 30 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് അവിടെ ഒരു കൺസോളിഡേഷൻ പോലെ ആയിരുന്നെങ്കിൽ പോലും സ്ലോലി താഴേക്കുള്ളൊരു ട്രെൻഡാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ്
സ്പേസ് ഇസ് ഇനീഷ്യലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഒരു സ്പേസ് ഇനീഷ്യലി ഒരു ഇമ്പോർട്ടൻസ് തരുന്ന സ്ഥലമാണ്. ഇതിൽ അപ്പർ സൈഡാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കാം സ്പേസ്. 80 to 88. ഓക്കെ, ഫസ്റ്റ് സ്പേസ്. സെക്കൻഡ് സ്പേസ്, ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം പ്രോപ്പറായിട്ട്. ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഇച്ചിരി സ്ഥലമാണ്, സെല്ലിന് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് കമ്മിങ് വീഡിയോസിലും ഈ വീഡിയോയിൽ എൻ്റെ ആവുന്നേക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രണ്ട് റീജിയൻ നമ്മൾ പിക്ക് ചെയ്തു. സെല്ല് ചെയ്യാൻ നമ്മൾ നോക്കുന്ന രണ്ട് റീജിയനാണ് കേട്ടോ ഇത്. സെല്ല് ചെയ്യാൻ നോക്കുന്ന റെഡിൽ നിങ്ങൾക്ക് തന്നേക്കാം. നമ്മളെപ്പോഴും റെഡിനെ സെല്ലും ഗ്രീനിനെ ബയ്യോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെഡ് ആയിട്ട് തന്നെ അത് മെൻഷൻ ചെയ്യാം. ഇത്രയൊക്കെ ഡാർക്ക് റെഡ് വെക്കണ്ട, ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ഇനി താഴെ സപ്പോർട്ട് ചെയ്യാവുന്ന സ്ഥലം ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സ്പേസ് കുറച്ചൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്, 500. ഓക്കെ, അപ്പോൾ 511 ആണ് ലാസ്റ്റ് ഡേ ലോ വന്നത്. ഇത് ഞാൻ ചുമ്മാ മാർക്ക് ചെയ്യാം കേട്ടോ, ലാസ്റ്റ് ഡേ എന്താ ലോ എന്ന് വന്നേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം ഈ ഒരു ഫുള്ള് റീജിയനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓൺ എ സിംഗിൾ പോയിന്റിൽ യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 11 എന്തുകൊണ്ട് ടാപ്പ് ചെയ്ത് പോയി എന്ന് അറിയണമെങ്കിൽ ദിസ് ഇസ് ദ റീസൺ. ഓക്കെ, 11 ടാപ്പ് 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 കയറിപ്പോയി. ഇതാണ് നമ്മൾ ഓരോ പോയിന്റിലോട്ട് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പോയിന്റ് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുന്നത് ഇങ്ങനെയാണ്. നമ്മൾ 500 ഹോൾ നമ്പർ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ആ ഒരു ഹോൾ നമ്പർ, നമ്മൾ റീറ്റെയിലേഴ്സിന്റെ ഒരു ചിന്തയാണ് ഹോൾ നമ്പർ. നമ്മളതിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഹോൾ നമ്പറിൽ. എപ്പോഴും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്ന റീജിയൻ ഹോൾ നമ്പറിന് അടുത്തുള്ള റീജിയൻ ആയിരിക്കും. ഒരു 5 പോയിന്റ് അങ്ങോട്ടോ 10 പോയിന്റ് ഇങ്ങോട്ടോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെപ്പോഴും പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, 11. ഓക്കെ, 11. ഇപ്പോൾ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ താഴേക്ക് നല്ല രീതിയിൽ ബൈയിങ് നടന്നിട്ടുണ്ട്. ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ബയ്യേഴ്സ് അല്ലേ. അപ്പോൾ ഈ ഒരു റീജിയന്റെ താഴെ ബൈയിങ് നടക്കുന്നുണ്ട്, ക്ലിയർലി നമുക്ക് മനസ്സിലാവും. ബട്ട് സെല്ലേഴ്സ് ആണ് ഇൻ കൺട്രോൾ. കാരണം ഓരോ തവണ മുകളിലേക്ക് പോകാൻ നോക്കാൻ നേരത്ത് താഴേക്ക് തന്നെ പുഷ് ചെയ്ത് വിടുവാണ്. ഓക്കെ, ദാറ്റ് ഇസ് ഡൺ. ഇനി നമുക്ക് 30 മിനിറ്റ്സിൽ വന്നു. ഇനി എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി നോക്കാം. അതിനാദ്യം നമ്മൾ വീക്ക്ലി അനാലിസിസിലോട്ട് വീണ്ടും തിരിച്ചു വന്നു. ഓക്കെ, വീക്ക്ലി അനാലിസിസിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ മാർക്ക് ചെയ്യാൻ നോക്കുന്ന രണ്ട് വീക്ക്ലി അനാലിസിസ് ആട്ടോ. അതായത് വീക്കാണ് ഇത്, ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ വീക്കിലെ വോളിയം എന്തായിരുന്നു എന്നാണ് ഞാൻ നോക്കുന്നത്. ഇതിന് 2 വീക്ക് കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് വീക്ക് നടന്നത്, ഇതാണ് ഈ വീക്കിന് താഴേക്കുള്ള വോളിയം വരണമെങ്കിൽ ഇതും ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടി വരും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഏകദേശം വോളിയം സിമിലർ ആയിട്ടുള്ളതായിരിക്കും. ഓവർ പവർ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെ ഇവിടെ കൊടുത്താലും വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല അല്ലേ, കൊടുത്താലും വലിയ ചേഞ്ച് ഒന്നും വരാനില്ല. അപ്പോൾ നമുക്ക് 2 സ്പേസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി 2 എണ്ണത്തിനും ഞാൻ 2 സെപ്പറേറ്റ് കളർ കൊടുക്കുന്നുണ്ട്. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് കളേഴ്സ് കൊടുക്കുന്നത്, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമല്ലേ, അതുകൊണ്ടാട്ടോ അങ്ങനെ കൊടുത്തേക്കുന്നത്. സിമിലർ ആയിരിക്കും, പോയിന്റ്സ് വളരെ സിമിലർ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ചേഞ്ച്, ചെറിയ ചേഞ്ചസ് വരാനേ സാധ്യതയുള്ളൂ. ഇവിടെ ഒന്ന് ഗ്യാപ്പ്. ബേസിക്കലി ഈ വോളിയം പ്രൊഫൈൽ എന്താണെന്ന് ജസ്റ്റ് എളുപ്പത്തിന് ഞാൻ പറഞ്ഞു പോവാം. ഓക്കെ, വോളിയം പ്രൊഫൈൽ നമ്മൾ ജനറലി നോക്കുന്ന ഒരു വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിലിൽ തന്ന വോളിയം അല്ലെ, ഒരു ക്യാൻഡിലിൽ എന്തോ ഒരു വോളിയം നടത്തും, അതാണ് നമ്മൾ യൂഷ്വലി കാണുന്നത്. ഇത് ഒരു പ്രൈസിൽ എന്തോരം വോളിയം നടത്തും, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു പ്രൈസിൽ എത്രത്തോളം ബയ്യേഴ്സ് വന്നു, എത്രത്തോളം സെല്ലേഴ്സ് വന്നു, ആ പ്രൈസിൽ കൂടുതൽ ട്രേഡ് നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഇത്രയും മാത്രം ട്രേഡ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും ആക്റ്റീവായിട്ട് ട്രേഡ് നടത്തിയ ഒരു സ്ഥലമാണ്. എവ്രിബഡി ഈസ് ഹാപ്പി ദെയർ അല്ലെ. മാർക്കറ്റ് മൂവ്
ഫ്രം ബാലൻസ് ടു ഇംബാലൻസ്. അതായത് ഈ ഒരു സ്പേസ് ആണ് ബാലൻസ് ആയിരുന്നത്, ട്രേഡ് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ഓക്കെ, അവിടെ അതിന്റെ അടുത്തായിട്ട് ഒരു ബാലൻസ് കണ്ടുപിടിക്കും, വീണ്ടും ഇംബാലൻസിലോട്ട് പോകും. അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ബാലൻസ് മൂവ് ഫ്രം ബാലൻസ് മാർക്കറ്റ് മൂവ് ഫ്രം ബാലൻസ് ടു ഇംബാലൻസ്. അങ്ങനെയാണ് മാർക്കറ്റിൽ പ്രൈസ് ക്രിയേഷൻസ് നടക്കുന്നത് കേട്ടോ. ഡെയിലിയിൽ വരാം. ഡെയിലിയിൽ വന്നു. ഓക്കെ, ഇപ്പോഴും നമുക്ക് സെയിം സാധനം തന്നെ, എല്ലാം നമുക്ക് ക്ലാരിറ്റി കിട്ടണം. ഡെയിലി വന്നു നേരെ ഞാൻ 4 ഹവേഴ്സിനും 30 മിനിറ്റ്സിനും 4 ഹവേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. ബേസിക്കലി നമ്മൾ ഇത് എന്തിനാ നോക്കുന്നതെന്നറിയോ? ഏത് റീജിയനാണ് ബയ്യേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്, ഏത് റീജിയനാണ് സെല്ലേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ബയ്യേഴ്സ് ആയിരിക്കോ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്, സെല്ലേഴ്സ് ആയിരിക്കോ പ്രൊട്ടക്ട് ചെയ്യാൻ? ഏത് സ്പേസിലൂടെ ആയിരിക്കും മാർക്കറ്റ് സ്പീഡിൽ മൂവ് ചെയ്യാൻ പോകുന്നത്? ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. വളരെ നല്ലൊരു ടൂളാണ്, ഇത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, നേരെ 30 മിനിറ്റ്സിലോട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ വോളിയം കൂടുതലുള്ള സ്ഥലത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു അല്ലെ. മാർക്കറ്റ് ഈ ഒരു സ്പേസിലേക്ക് മൂവ് ചെയ്യുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഈ ഒരു റീജിയൻ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് ബയ്യേഴ്സ് അല്ല, സെല്ലേഴ്സ് ആണ്. കാരണം എന്താ? മാർക്കറ്റിന്റെ ട്രെൻഡ് താഴേക്കാണ്, ഇതിന്റെ താഴെയാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഈ റീജിയനിലോട്ട് കയറി വരുമ്പോൾ എപ്പോഴും ഇത്രയും വോളിയത്തിൽ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് സെല്ലേഴ്സ് ആണ്. അവരുടെ പൊസിഷൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുവാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇതിനെ ത്രൂ ചെയ്തു പോയാൽ അടുത്ത ഒരു സ്പേസ് ലോ ആയിട്ട് നടന്നേക്കുന്ന, വോളിയം ലോ ആയിട്ട് നടന്നേക്കുന്ന സ്ഥലം വരെ മാക്സിമം പോകും. അവിടെ കൂടുതൽ വരുന്നത് സെല്ലേഴ്സിന്റെ സ്പേസ് ആണ്. അപ്പോൾ അവിടെ വരെ മാക്സിമം പോകുമ്പോൾ എന്ത് പറ്റും? വീണ്ടും തിരിച്ച് അവിടെ നിന്ന് താഴേക്ക് വരാനുള്ള സാധ്യത. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി മാർക്കറ്റ് വോളിയം ഉള്ള സ്ഥലത്ത് നിന്ന് വോളിയം ഇല്ലാത്ത സ്ഥലത്തേക്കാണ് സ്പീഡിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്സ് വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ക്യാൻഡിൽസ്, ഫാസ്റ്റിൽ വലിയ വലിയ ക്യാൻഡിൽസ് വന്നിട്ടുണ്ടെങ്കിൽ വോളിയം തീരെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ ഗ്യാപ്പിലൊക്കെ വോളിയം തീരെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇൻട്രാഡേയിൽ നോക്കിയാൽ കേട്ടോ. ഇതിൽ നമുക്ക് വോളിയം ഇഷ്ടംപോലെ നടന്നായിട്ട് കാണാം. കാരണം ഇത് പ്രീവിയസ് വീക്കിലി വെച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ നോക്കിയേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് ആങ്കേർഡ് ആയിട്ടുള്ള സംഭവം വോളിയം എടുത്തു വെച്ചു. ഇനി ആ ഡേയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ നോക്കുന്നത്. ഇത് ആങ്കേർഡ് റേഞ്ച് വോളിയം പ്രൊഫൈലാണ്, ഇത് ഫിക്സഡ് റേഞ്ച് ആട്ടോ. അപ്പോൾ ഫിക്സഡ് റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, മേളിലേക്ക് പോയി. പിന്നെ ഈ ഒരു ഫോളിൽ എന്താ, ബയ്യേഴ്സിനെക്കാട്ടി കൂടുതൽ സെല്ലേഴ്സും അതുപോലെ തന്നെ കുറേ സ്പേസിൽ ട്രേഡ് പോലും നടങ്ങാത്ത ബയ്യേഴ്സ് പിന്നെ ഇവിടെ നിന്നൊക്കെയാണ് കുറച്ച് പിടിക്കാൻ നോക്കിയേക്കുന്നത്. ആ സ്പോട്ട് പിടിക്കാൻ നോക്കിയേക്കുന്നത് ബയ്യേഴ്സ് ഇവിടെ നിന്നൊക്കെയാണ്. ആദ്യം ബയ്യേഴ്സ് ഈ ഒരു റീജിയൻ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വോളിയം നടന്നേക്കുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് സെല്ലേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കല് ആരുടെ ഇതാണ്? ബയ്യേഴ്സിൻ്റെയാണ് അല്ലെ. ബയ്യേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു. വീണ്ടും സെല്ലേഴ്സിന്റെ പവർ വളരെ കൂടി കഴിയുമ്പോൾ എന്ത് പറ്റും? വീണ്ടും അടുത്ത സ്പേസ്, പിന്നെ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നേക്കുന്നുള്ള സ്പേസിലോട്ട് വീണ്ടും മാർക്കറ്റ് ഈസി ആയിട്ട് മൂവ് ചെയ്യും. വിച്ച് ഇസ് ദിസ് അല്ലെ. അപ്പോൾ ഇതിന്റെ ഇടയിൽ പോസ് എടുക്കാൻ സാധ്യതയുള്ള റീജിയൻ ഇതായിരുന്നു. ആ റീജിയനിൽ പോസ് പോലും എടുത്തില്ല. അപ്പോൾ അന്നത്തെ ഡെയിലി മൊമെന്റം സെല്ലേഴ്സിന്റെ വളരെ കൂടുതലായിരുന്നു. എന്താ, നേരെ താഴേക്ക് പോയി അടുത്ത ബിഗ് വോളിയം സ്ഥലത്തേക്ക്. അവിടെ വന്നു, ഒന്ന് ടാപ്പ് ചെയ്തു, വീണ്ടും തിരിച്ചു കയറി അങ്ങോട്ട് വോളിയം ഇല്ലാത്ത സ്പേസിലേക്ക്. ഈ വോളിയം ഇല്ലാത്ത, ഇത് മുഴുവൻ ദിവസം കഴിഞ്ഞപ്പോൾ വന്നത് അല്ലേ. അതിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊന്നും തീരെ വോളിയം ഉണ്ടായിരുന്നേ ഇല്ല. ഈ ഒരു ഫോള് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മുതൽ ഇവിടെ വരെ വോളിയം ഉണ്ടായിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ നിന്ന് സ്ലോലി ഈ വോളിയം ബിൽഡപ്പായി വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പേസും ഈ ദിവസം കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത സ്ഥലമാണ് അല്ലെ, സ്പേസുകളാണ്. അപ്പോൾ ആദ്യം ഇനീഷ്യലി ട്രേഡ് എടുക്കുമ്പോൾ വോളിയം വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ സ്പേസിൽ നിന്ന് ഈ സ്പേസിലേക്കുള്ള മൂവ്മെന്റ് വളരെ സ്പീഡായിരിക്കും. ഇനി ഇത് ബ്രേക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യുക്കായിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യണമെന്നുണ്ടെന്ന് വിചാരിക്കുക. ക്യുക്കായിട്ട് സ്കാൽപ്പിംഗ് കേട്ടോ, ചെറിയ സ്കാൽപ്പിംഗ് അല്ല, ഒരു
11 പോയിന്റാണ് ഉള്ളത്. വളരെ സ്പീഡിലായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഇത് ബ്രേക്ക് ചെയ്താൽ വളരെ സ്പീഡിൽ ഈ 603 604 മാർക്കറ്റ് പോകും. ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സെല്ലേഴ്സ് ഇങ്ങോട്ട് പോകും തോറും സെല്ലേഴ്സ് ടാപ്പ് ചെയ്ത് പുതിയ ഓർഡേഴ്സ് കയറ്റിക്കൊണ്ടേയിരിക്കും. ഈ സെല്ലേഴ്സ് മാക്സിമം അവരുടെ പൊസിഷൻസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഏത് സ്ഥലത്താണ് നമ്മൾ ടാപ്പ് ചെയ്ത് സെല്ലെടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. മുകളിലേക്ക് പോകാൻ നേരത്ത് ഞാൻ കുറച്ച് ട്രേഡ്സ് കാണിച്ചു തന്നതിൽ ട്രേഡ് മുകളിലേക്ക് പോകുന്നു, ടാപ്പ് ചെയ്യുന്നു, അങ്ങനെയാണ് തിരിച്ച് താഴെ പോകുന്നു. ഇങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി ഈ ഒരു റീജിയൻ ഫസ്റ്റ് ഇനീഷ്യലി ഞാൻ സെല്ല് നോക്കുന്ന റീജിയൻ ഇതായിരിക്കും. കാരണം ദിസ് ഇസ് ഈസി, പെട്ടെന്ന് വരാവുന്ന മാർക്കറ്റ് ഓപ്പൺ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. ഞാൻ ഇതായിരിക്കും ഇനീഷ്യലി നോക്കുന്നതെന്ന് നമ്മൾ നോക്കുന്ന കേട്ടോ. ഇൻ കേസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് നല്ലൊരു ടൈം ഗ്യാപ്പ് ഉണ്ട് മാർക്കറ്റിന്റെ രാവിലെ എഴുന്നേറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി അല്ലേ. അത് 2 മണി വെളുപ്പിന് ഓപ്പൺ ആവുന്ന മാർക്കറ്റിൽ ഒരു 7 മണി 8 മണിയാവാതെ എൻ്റർ ചെയ്യാതിരിക്കുക കേട്ടോ. 8 മണി ബെസ്റ്റ്, 8 മണി കഴിഞ്ഞ ശേഷമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു 8 മണി വരെ ഏഷ്യൻ സെഷനിൽ എന്തൊക്കെയാണ് മാർക്കറ്റിൽ അവർ ചെയ്യാൻ നോക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ മാക്സിമം അവർ ആദ്യം തന്നെ ഈ ഗ്യാപ്പ് ഇല്ലാതെ ഓപ്പൺ ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഗ്യാപ്പ് ഇല്ലാതെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആദ്യം ഈ സ്പേസിലോട്ട് പോകും. ഈ സ്പേസിൽ വന്ന് നേരെ ടാപ്പ് ചെയ്ത് തിരിച്ച് താഴേക്ക് പോകും. ഇതും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാക്സ് ടു മാക്സ് ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ സെല്ല് പ്ലാൻ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് താഴേക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാതെ 100% ഷുവർ ആണെങ്കിൽ പോലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് നമ്മളിപ്പോൾ പറയുന്ന സിനാരിയോ ഒരു നല്ലൊരു സിനാരിയോ, ഏത് എക്സ്റ്റേണൽ ആയിട്ടുള്ള മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സിനാരിയോസ് ആണത്. പക്ഷെ മാർക്കറ്റിന് ഓൾവേസ് എക്സ്റ്റേണൽ സിനാരിയോസ് കൺട്രോൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് എപ്പോഴും വെക്കണം. ഒരു ന്യൂസ്, ഒരു ട്വീറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ലെവലും എല്ലാ ലെവലും അങ്ങ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. വോളിയത്തിൽ ഇഷ്ടം പോലെ വോളിയം ട്രേഡ് നടക്കാനുള്ള സാധ്യതയുണ്ട് ട്വീറ്റിലൊക്കെ. അപ്പോൾ ഈ ഒരു സ്പേസ് പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുക. ഇതിന് മേളിലേക്ക് പോയാൽ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യുക, മാറി നിൽക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്താൽ എന്താണ് ഞാൻ മാർക്കറ്റിൽ ചെയ്യേണ്ടത്? ഇത് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഉടനെ പോയിട്ട് സെല്ല് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സ്പേസ് കണ്ടോ, ഇത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാധ്യത ബയ്യേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ വോളിയം ഇല്ലാത്ത സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വന്ന് വീണ്ടും താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി ആണുള്ളത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്കാണ്. ബിക്കോസ് നല്ലൊരു ഡബിൾ ബോട്ടം ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ ഉണ്ടാവും. നിങ്ങൾക്ക് ക്വിക്കായിട്ടുള്ള സ്കാൽപ്പ് നോക്കാം. അതിൻ്റെ ദിവസത്തെ ഹൈൻ്റെ മേളിലായിട്ടൊരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ട് ക്വിക്കായിട്ടൊരു സ്കാൽപ്പ് നോക്കാം. നോക്കുമ്പോൾ എപ്പോഴും റിസ്ക് റിവാർഡ് റേഷ്യോ 1:1 മുകളിൽ കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. റിസ്ക് എടുത്തോ കുഴപ്പമില്ല, പക്ഷേ ആ റിസ്ക് റിവാർഡ് റേഷ്യോ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. നിങ്ങളുടെ പൊസിഷൻസ് സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. അപ്പോൾ എക്സ്പെക്ട് ചെയ്യാവുന്നത് 78-76 റീജിയൻ വരെ മാക്സിമം എക്സ്പെക്ട് ചെയ്താൽ മതി. സഡൻ ആയിട്ടുള്ള ഫോൾ 20 പോയിന്റ്സിന്റെ മൊമെന്റോ എങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നിന്നുള്ളത്. 20 പോയിന്റ്സ് 14 പോയിന്റ്സ് നോക്കാം. ഓക്കെ, 14 പോയിന്റ്സ് അപ്പ് ആൻഡ് 14 പോയിന്റ്സ് എബവ് ഇതിന്റെ റീജിയൻ ആയിട്ട് വെക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഡീപ്പർ ആയിട്ട് നോക്കണമെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ലോസ് താഴേക്ക് ട്രെയിൽ ചെയ്ത് പോവുക. ഇതിന്റെ താഴേക്ക് ഒരുപാട് നോക്കരുത്. ഈ 50, 60, 70 മുകളിൽ താഴേക്കായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ഫോൾ വരുവാണെങ്കിൽ പോലും നമുക്ക് സ്റ്റോപ്പ് ലോസ് അടുത്തിട്ടോ. നിങ്ങൾക്ക് ഇത് ഫുള്ള് ഇവിടെ നിന്ന് ഇവിടം വരെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചെടുത്തിടുക. കാരണം നമുക്ക് അത് എക്സിറ്റ് ചെയ്ത് മാറിയാൽ വേറെ ട്രേഡിനുള്ള സാധ്യത കിട്ടും. സ്വിംഗ് ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് പോകണം. അതിന് നമുക്ക് വേണ്ടത് ആദ്യം ആ ദിവസത്തെ ക്ലോസിംഗ് ആണ്. ആ ദിവസത്തെ ക്ലോസിംഗ് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ആ ദിവസം കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ സ്വിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ദിവസത്തെ ഹൈൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് എന്തായാലും വെക്കണം കേട്ടോ. ഓക്കെ, ദാറ്റ് ഇസ് ഡൺ. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇനീഷ്യലി നാളത്തെ പ്ലാന്. അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെന്ന് 100% യാതൊരു നമുക്ക് നിർബന്ധമില്ല. നമുക്ക് വേണ്ട എന്താ, മാർക്കറ്റിൽ ഇന്ന് നമുക്ക് രാത്രിയാകുമ്പോൾ എന്താണ് നമുക്ക് മാർക്കറ്റ് ഇല്ലാത്ത ടൈമിൽ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റോ എന്തൊക്കെയാണ് കീ ഏരിയാസ് അത് മനസ്സിലാക്കി വെക്കുക, അതിനുശേഷം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനി താഴേന്ന് ബൈ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ.
നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റീജിയനിൽ നിന്നൊക്കെ ടാപ്പ് ആൻഡ് ബൗൺസ് എക്സ്പെക്ട് ചെയ്യേണ്ട. നമ്മൾ താഴേക്ക് പോകുന്നതാണെങ്കിൽ ടാപ്പ് ആൻഡ് ബൗൺസിന് എക്സ്പെക്ട് ചെയ്യേണ്ട. ഈ ഒരു സ്പേസ് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബൈ പോവാം. ഇവിടെ നിന്ന് ഒരു ഓപ്ഷൻ ഉള്ളൂ. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബൈ എന്നുള്ളത് പെട്ടെന്നൊന്നും ചിന്തിക്കേണ്ട. കാരണം ഇനീഷ്യലി ഒരു 10-20 പോയിന്റിന്റെ മൊമെന്റം എവിടെന്നെങ്കിലും കിട്ടുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾക്ക് മനസ്സിലാവുന്ന സംഭവം, മാർക്കറ്റ് തരുന്ന സംഭവം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗാമ്പിൾ ചെയ്ത് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ മാർക്കറ്റിൽ പ്ലാൻ ചെയ്ത് മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി ക്വിക്കായിട്ട് നമുക്കൊന്ന് ഓയിലും അതുപോലെ തന്നെ ഡോളറിന്റെ ഇതും നോക്കാം കേട്ടോ. ഓയിൽ നമ്മൾ കഴിഞ്ഞ വീക്ക് മുതലേ എക്സ്പെക്ട് ചെയ്യുന്നത് താഴേക്ക് വരും എന്നായിരുന്നു. നമ്മളുടെ ആദ്യത്തെ ഒരു വീക്കിലെ അനാലിസിസിൽ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ നമ്മൾ താഴേക്ക് വരുമെന്ന് ഷിയസ് ബ്രോക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ സെല് ചെയ്യാനുള്ള ഒരു പ്ലാൻ. അപ്പോൾ നമുക്ക് 9900 റീജിയനിലാണ് നിർണ്ണയിച്ചത്. അവിടെ നിന്ന് ഇനീഷ്യലി അന്ന് തന്നെ മുകളിലേക്ക് പോയി, പിന്നെ കമ്മിങ് ഡേയ്സിൽ താഴേക്ക് വരിക ചെയ്തത്. അപ്പോൾ ഡെയിലി അനാലിസിസിൽ പോയി കഴിഞ്ഞാൽ പോയാൽ വെനസ്ഡേ, ഫ്രൈഡേ, ഓക്കെ, ഫ്രൈഡേ, ഈ ഒരു ഫ്രൈഡേ നമ്മൾ ചെയ്തപ്പോൾ സാറ്റർഡേ സൺഡേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ താഴേക്കുള്ള അനാലിസിസ് ആണ് കൊടുത്തിരുന്നത്. ഇതിന്റെ മുകളിലായിട്ട് 13ന്റെ മുകളിലായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് സ്റ്റോപ്പ് ലോസ് ഇതിന്റെ മുകളിലായിട്ട്. പിന്നെ ആ ദിവസം തന്നെ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറുകയും പിന്നെ ഇനീഷ്യലി അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ബ്രേക്ക് ചെയ്ത് പോവുകയും ചെയ്തു. പിന്നെ അത് സ്ലോലി പിക്കപ്പ് ചെയ്ത് മുകളിലേക്ക് വന്നു. ഓയിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ന്യൂസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ട്രംപ് എവിടെ പോകുന്നു, നമ്മളും അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്. ഇപ്പോൾ ട്രംപ് ചൈനയിൽ പോയി, അവിടെ എന്തൊക്കെ സംഭവിച്ചു, ഇതെല്ലാം നിങ്ങൾ മാക്സിമം അറ്റ്ലീസ്റ്റ് നിങ്ങൾ ChatGPT ഇട്ട് കൊടുക്കുക. എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നേക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പോയിന്റഡ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്നാലും നമുക്ക് ഫണ്ടമെന്റൽസ് എന്തെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടോ, സെന്റിമെന്റലായിട്ട് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് മാറുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ റീജിയനിൽ നിന്ന് ഓയിൽ നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ ഓയിൽ തൽക്കാലത്തേക്ക് ഒരു ഹയർ പോസിബിലിറ്റിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാനുള്ള ഐഡിയ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് 110 ആ റീജിയനിലോട്ട് ഒന്ന് കയറി വരട്ടെ. അതിനുശേഷം നമുക്ക് മാർക്കറ്റിന്റെ ഫണ്ടമെന്റലും ന്യൂസും കൂടി നോക്കിയതിന് ശേഷം സെല്ല് ചെയ്യാം. ബട്ട് ഈ ഒരു ലെവലിന്റെ മുകളിൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് വേണം. കാരണം ഇത് ബ്രേക്ക് ചെയ്താൽ 140 വരെ ഓയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ന്യൂസ് ബേസ്ഡ് ആയിരിക്കും ഇതിന്റെ മൂവ്മെന്റ് മൊത്തം വരുന്നത് കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റിൽ നല്ലൊരു സെല്ലിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് 70 റീജിയനിലോട്ട് വരുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എന്തായാലും ഇനീഷ്യലി ഇപ്പം നമുക്ക് നടക്കില്ല. ഇപ്പോൾ തൽക്കാലം വെയിറ്റ് ചെയ്യുക, ട്രേഡ് എടുക്കാതിരിക്കുക. ഓയിൽ വാച്ച് ചെയ്യുക. എന്തിന്? ഗോൾഡിൽ ട്രേഡ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കറൻസി പോയിന്റ്സിൽ ട്രേഡ് എടുക്കാൻ വേണ്ടി ഓയിൽ വാച്ച് ചെയ്യുക. ഓക്കെ, രണ്ടാമത് DXY, ഡോളർ കറൻസി ഇൻഡെക്സ് ഓൾമോസ്റ്റ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ എത്തിയതായിട്ട് തോന്നത്തില്ല. കാരണം ഇത് ഡെയിലി ബേസിസിലെ മൊമെന്റമാണ് അല്ലെ. ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ലോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും തിരിച്ച് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഡോളർ ഇൻഡെക്സ്. ഡോളറിന്റെ ഹൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 114 അത് ഓൾ ടൈം ഹൈ ആണോ എന്ന് വരെ സംശയമുണ്ട് എനിക്കൊരു മിനിറ്റ്. അല്ല, അത് ഓൾ ടൈം ഹൈ ഒന്നും അല്ല. 85 അതിനുശേഷം 2002 പിന്നെ അതിനുശേഷം 2022 ഡോളർ ഇല്ലെങ്കിൽ ഓയിൽ കിട്ടത്തില്ല അല്ലേ. നമുക്കറിയാം ഡോളർ എല്ലാവരുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ കൺട്രിയുടെ കയ്യിലും ഡോളർ വേണം ഓയിൽ വാങ്ങിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് മോദി ഇപ്പോൾ കുറച്ച് റൂൾസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ട്രാവൽ ചെയ്യരുത്, ഗോൾഡ് പുറത്തുനിന്ന് വാങ്ങിക്കരുത്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ പുറത്തേക്ക് പോകാതിരിക്കാൻ ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇപ്പോൾ തൽക്കാലം. കാരണം ഡോളറിന്റെ മൂല്യം കൂടി നിൽക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞിടിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ, അപ്പോൾ നമുക്ക് ഓയിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഓയിലിന്റെ കൺസപ്ഷൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഓയിൽ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ഓയിൽ പുറത്തുനിന്ന് വാങ്ങിയാൽ നമുക്ക് ഡോളർ കയ്യിൽ നിന്ന് പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് ഡോളർ ഇപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇപ്പോൾ ഒരു കൺട്രിയുടെ കാര്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മാക്സിമം ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ അനാവശ്യ ട്രാവലുകൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്, അത് ഇന്ത്യയിൽ നിൽക്കുന്ന ആൾക്കാരോടാണ് അനാവശ്യമായിട്ട് ട്രാവൽ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. കാരണം അവിടെ നിന്ന് ട്രാവൽ ചെയ്യാൻ നേരത്ത് ഓയിൽ കൺസംഷൻ കൂടുകയാണ്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് സ്റ്റോറി. നമുക്ക് അതിനെ പറ്റിയും വേണമെങ്കിൽ ഇരിക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം
ഡോളർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ബോണ്ട് കേട്ടോ. ബോണ്ടിന്റെ 10-year US. ഇത് ബേസിക്കലി ഞാനിത് കുറേ നാളായിട്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈൽഡ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് ബോണ്ടിൽ നിന്നും കിട്ടുന്ന ഈൽഡാണ്. ഈൽഡ് ഇസ് ബേസിക്കലി ഇൻട്രസ്റ്റ് ഓൺ ദ ബോണ്ട്. ഡോളർ വാങ്ങിച്ച് ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഗോൾഡ് വാങ്ങിച്ച് ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് കൂടി നിൽക്കുന്ന സമയത്ത് എല്ലാവരും അതിലേക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പൈസ ഫ്ലോ ചെയ്യുന്ന അതിലേക്കായിരിക്കും. കാരണം ഇൻട്രസ്റ്റ് ചെക്ക് ചെയ്താൽ അറിയാം. 2020 ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ കൊറോണ ടൈമാണ്. ആ ടൈമിൽ ഇൻട്രസ്റ്റ് ബോണ്ടിൽ ഒട്ടും കിട്ടിക്കൊണ്ടിരുന്ന ടൈമിൽ നിന്ന് തിരിച്ചത് കയറി ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഇൻട്രസ്റ്റ്, അതായത് ബോണ്ടുകൾ ആളുകൾ വാങ്ങുന്നത് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടി എന്നുള്ളൊരു ലെവലിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓൾമോസ്റ്റ് ഈ വർഷത്തെ ഹൈ ആണ്. യെസ്, ഈ വർഷത്തെ ഹൈയിലാണ് നിൽക്കുന്നത്. ഈ വർഷത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയതിനെക്കാട്ടിയൊക്കെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത് മന്ത്ലി. യെസ്, ഡെഫിനറ്റ്ലി നല്ലൊരു 4% ആണ് കൂടിയേക്കുന്നത്. ഇത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ്. ട്രഷറി ബിൽസ് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ട്രേഡ് ചെയ്യാനൊന്നും ഉപയോഗിക്കേണ്ട. മാർക്കറ്റിൽ മൂവ്മെന്റ് വരുന്നത് ഇത് 4.80 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗോൾഡ് എവിടെ എത്തിയെന്നാണ് ചിന്തിക്കേണ്ടത്. ഇത് 4.8 എത്തിക്കഴിഞ്ഞാൽ ഗോൾഡ് തീർച്ചയായും 3888 ആ റീജിയനിലേക്ക് ഡെഫിനറ്റ് ആയിട്ട് വരും. കാരണം ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു അസറ്റ് ക്ലാസ്സിലായിരിക്കും റീറ്റെയിലേഴ്സ് അല്ല, നമ്മളെ പോലത്തെ റീറ്റെയിലേഴ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, ബ്രോക്കേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിലെ ഇൻവെസ്റ്റ്മെന്റ് റൊട്ടേഷൻ നടക്കുമ്പോൾ ഇതിലേക്ക് റൊട്ടേഷൻ പോകും. ഓക്കെ, ഇപ്പോൾ കൂടി നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴത്തെ ഒരു ഇതിൽ ആരും ഓടിപ്പോയി വാങ്ങാൻ നിൽക്കില്ല. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് ബോണ്ടിന്റെ അക്യുമുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ട്രേഡ് ചെയ്യാൻ വേണ്ടി അവർ വാങ്ങിക്കുന്നതല്ല. ഇപ്പോൾ പെൻഷൻ ഫണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ചീപ്പറായിട്ട് ബോണ്ട് കിട്ടുന്നു, അതിൽ കൂടുതൽ ഈൽഡ് കിട്ടുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്കിപ്പോൾ തന്നെ ഓൾറെഡി 30 minutes ആയി. ഷോർട്ടായിട്ട് വെക്കാം. ഗോൾഡിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെല്ലിലായിരിക്കും. സെല്ല് പ്ലാൻ ചെയ്യുന്ന ഏരിയാസ് നമ്മൾ മെൻഷൻ ചെയ്തു. അവിടെ നിന്ന് മാത്രമേ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇനി ഇൻ കേസ് മാർക്കറ്റ് അപ്സൈഡ് ആണ് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മളുടെ പ്ലാന് എന്താണെന്നുള്ളത് ചേഞ്ച് ചെയ്യുക. ഓവറായിട്ട് ട്രേഡ് ചെയ്യരുത്. പ്ലാൻ ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക. നമുക്ക് അറിയാം ഓപ്പോസിറ്റ് ട്രെൻഡിന് എഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞാൽ കിട്ടാനുള്ള മാക്സിമം ട്രെൻഡിന് കൂടെ തന്നെ മാർക്കറ്റിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ തരാം. പിന്നെ അടുത്തത് എന്തിനെ പറ്റി ചെയ്യണമെന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. നമുക്കതനുസരിച്ച് പ്ലാൻ ചെയ്യാം. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക വീഡിയോ. ഓക്കെ, ദെൻ ബൈ.